രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് എത്ര ആളുകൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ അന്നും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് UDF അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പം എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത്. ഉറപ്പായിട്ടും രാഹുൽ തിരിച്ചു വരണം, തിരിച്ച് എടുത്തിരിക്കണം. അപ്പം രാഹുൽ തിരിച്ചു വരണമെന്നാണ് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം വീഡിയോയിലോട്ട് പോകാം. മെയ് 4 ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോ, മെയ് 4 ശേഷം UDF അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പം നിലവിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആവണം. വേറൊന്നുമില്ല, ഈ ഒരു പ്രസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ VD സതീശൻ എടുത്തേക്കുന്ന നിലപാട് അത് അങ്ങേയറ്റം തെണ്ടിത്തരം തന്നെയാണ്. അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ VD സതീശൻ ഇലക്ഷൻ്റെ അവസാന നാളുകളിൽ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ചങ്ക് പൊട്ടി എടുത്ത തീരുമാനമാണെന്ന് VD സതീശൻ ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ചങ്ക് പൊട്ടി എടുത്തിട്ടുള്ള VD സതീശന് ആ ഒരു ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനം തിരുത്താനുള്ളൊരു അവസരം കൂടിയാണ് ജനങ്ങൾ തരുന്നത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവേണ്ടത്, അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ രാഹുലിൻ്റെ വിഷയം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ കഴിഞ്ഞ 5 കൊല്ലം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിനെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോയൊരു വ്യക്തിയാണ്. UDF എന്നൊരു പ്രസ്ഥാനത്തെ എങ്ങോ കടന്നൊരു പ്രസ്ഥാനത്തിനെ ഉയർത്തിക്കൊണ്ട് വന്നൊരു വ്യക്തി തന്നെയാണ്. പ്രതിപക്ഷത്തിരുന്നിട്ട് നല്ല രീതിയിൽ പ്രതിപക്ഷത്തിരുന്നിട്ട് നല്ലൊരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ നല്ലൊരു ഇത് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ പ്രകടനം, അതുമാത്രമല്ല ഇലക്ഷൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് VD സതീശനും ഷാഫി പറമ്പിലൊക്കെ നല്ല രീതിയിൽ പ്രചാരണം ചെയ്യുന്നത്. അപ്പം ആ ഒരു വ്യക്തി VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിനുള്ള അടി ജനങ്ങൾ ഉറപ്പായിട്ടും VD സതീശന് തരും. അതിനകത്ത് ഒരു ഡൗട്ട്സും ഇല്ല. അപ്പം VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ രാഹുലിനെ തിരിച്ചെടുക്കണം, അതിനകത്ത് യാതൊരു ഇതുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്ക് അത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും ആലോചിക്കാതെയാണ് VD സതീശൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഓക്കെ, അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന VD സതീശൻ്റെയും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള UDFൻ്റെയും ഒരു വിശ്വാസം ചിലപ്പം അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമായിരിക്കാം എന്നാണെങ്കിൽ ഓക്കെ, അത് ഗുണം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം രാഹുലിനെ പുറത്താക്കിയത്. പക്ഷേ ആ സമയത്തും ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കണ്ടതാണ്, ഗണേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ എന്തിനാണ് പിന്നെ രണ്ട് നീതി എന്തിനാണ്? അവിടെ ഗണേഷ് കുമാറിനെ മത്സരിപ്പിച്ചു, ഗണേഷ് കുമാറിനെ പുറത്താക്കിയില്ല, ഗണേഷ് കുമാറിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തില്ല. പക്ഷേ പിന്നെ എന്തിനാണ് രാഹുലിനെ പുറത്ത് നിർത്തുന്നത്? രാഹുലിനെ തിരിച്ചെടുക്കാന്നല്ലേ ഉള്ളൂ. രാഹുൽ അത്രമാത്രം വലിയ കുറ്റമൊന്നും പുള്ളി ചെയ്തിട്ടില്ല. ഈ പറഞ്ഞിട്ടുള്ള കോടതി വിധി വരെ, സുപ്രീം കോടതി വിധി വരെ നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇതൊക്കെ ഒരു എലക്ഷൻ സ്റ്റണ്ടാണെന്ന് നമുക്ക് നല്ല അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ എലക്ഷന് തൊട്ട് മുൻപ് വരെ രാഹുലിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആളുകൾ എന്തുകൊണ്ട് ഇപ്പം വേട്ടയാടുന്നില്ല? എലക്ഷൻ കഴിഞ്ഞ് രാഹുൽ മത്സരിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു UDF പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നല്ലൊരു മൈലേജ് കൊടുത്ത് നല്ലൊരു പവർ കൊടുത്ത് പുഷ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി, അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ഈ വരാനിരിക്കുന്ന റിസൾട്ടിന് ശേഷം UDF അധികാരത്തിൽ വരുവാണെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് രാഹുൽ എന്നൊരു വ്യക്തിക്കുണ്ട്. കാരണം കഴിഞ്ഞ 4 കൊല്ലം മുമ്പും അല്ലെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പൊക്കെ നമ്മൾ രാഹുൽ മാങ്കൂട്ടം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് UDFന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്, അല്ലേ? UDF പ്രസ്ഥാനത്തിന് വേണ്ടി അവിടെ നിന്നൊക്കെയാണ് രാഹുലിൻ്റെ ആ ഒരു കുതിച്ചുകയറ്റം തന്നെ സംഭവിക്കുന്നത്, അല്ലേ? അപ്പോഴാണ് എല്ലാവരും ജനങ്ങൾ രാഹുൽ എന്നൊരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് രാഹുൽ തൊടുത്തു വിടുന്ന അമ്പുകൾ അത് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. അത് കൊള്ളേണ്ട രീതിയിൽ തന്നെ കൊള്ളുകൊണ്ടാണ് രാഹുലിനോട് എല്ലാ ആളുകൾക്കും, ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്കെല്ലാം അത്രയും ദേഷ്യമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയുടെ വായടഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണപക്ഷത്തുള്ള ആളുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മുമ്പോട്ട് കയറി പോകാനുള്ള
വാതിലൊക്കെ പെട്ടെന്ന് അവർക്ക് തുറക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലൂടെയാണ് രാഹുലിനെ എങ്ങനെയെങ്കിലും അടപ്പിച്ച് രാഹുലിനെ പാർട്ടിക്ക് പുറത്താക്കുക എന്നുള്ളൊരു അജണ്ട ഈ ഒരു പരാതിയിലൂടെ ഇവർ ഈ ഒരു കേസിലൂടെ ഇവർ കൊണ്ടുവന്നത്. പക്ഷേ അവിടെയും ഇവർക്ക് തെറ്റി. എനിക്ക് തോന്നുന്നു പുറത്തിരുന്ന രാഹുൽ, അകത്തിരുന്ന രാഹുലിനെക്കാളും പുറത്തിരുന്ന രാഹുൽ പവർഫുള്ളായിട്ടാണ് പുറത്തിരുന്നുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രാഹുൽ സംസാരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ രാഹുലിൻ്റെ തിരിച്ചു വരവ് കൺഫേം ആക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. വേറൊന്നുമല്ല, രാഹുൽ ഫേസ്ബുക്കിനകത്ത് പുതിയൊരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വയ്ക്കാം ആ ഒരു ഫോട്ടോ. അതിനകത്ത് കറുത്ത ഷർട്ടും കറുത്തൊരു ലവ് ചിഹ്നവും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുണ്ട കാലം കഴിഞ്ഞു എന്നുള്ളൊരു സിമ്പലാണ് ആ ഒരു ഇരുണ്ട കാലം. കാരണം കഴിഞ്ഞ നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പിണറായി സർക്കാരിൻ്റെ ഒരു ഇരുണ്ട കാലത്താണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സൂചകമായിട്ടാണ് ഇവിടെ രാഹുൽ അതിനെ തന്നെ വെച്ചിട്ട് ആ ഒരു ലവ് ചിഹ്നം, കറുത്ത ലവ് ചിഹ്നം, ഡാർക്ക് ലവ് ചിഹ്നത്തിൻ്റെ ഒരു സിമ്പലും കൊടുത്ത് ഒരു കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. രാഹുൽ ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കുരു പൊട്ടുന്നെങ്കിൽ അങ്ങോട്ട് കുരു പൊട്ടുന്നവർക്ക് അങ്ങോട്ട് പൊട്ടട്ടെ എന്ന് കരുതിയിട്ടുള്ളൊരു പ്രൊഫൈൽ പിക്ചറാണ് രാഹുൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം രാഹുൽ അതിന് മുമ്പ് ഒരു പോസ്റ്റും കൂടെ പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എതിരെയാണ് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. വീട് കൊള്ളയടിക്കുന്നവർ കുറുവാ സംഘം, ഞാനിവിടെ ആ പോസ്റ്റ് കൊടുക്കാമേ. വീട് കൊള്ളയടിക്കുന്നവർ കുറുവാ സംഘം, കൊള്ളയടിച്ചിട്ട് ഫ്യൂസും അടിച്ചുകൊണ്ട് പോകുന്നത് ഡാഷ് സംഘം. കറണ്ട് ലോഡ് ഷെഡിങ് ഇപ്പം നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ലോഡ് ഷെഡിങ് വീണ്ടും തുടങ്ങി. 20-25 മിനിറ്റാണ്. അതും ഈ കട്ട ചൂടിനകത്ത്. ഒന്ന് ആലോചിച്ച് നോക്കി. ചൂട് പാമ്പ് എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. ഈ കറണ്ടും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും വല്ല ഇഴജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ കയറി കട്ടിലിൽ കിടക്കുന്നുണ്ടോ, വീട്ടിനകത്ത് കയറുന്നുണ്ടോ, ഈ ചൂടും പിടിച്ച് കയറി വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ കൊടും ചൂടത്ത് ചുട്ടുപൊള്ളുന്ന AC-യും ഫാനും ഇതൊന്നും ഇട്ടിട്ട് പോലും നമുക്ക് സഹിക്കാൻ വയ്യ അല്ലേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഈ ചൂട് സമയത്ത് വാർത്തകൾ കണ്ടതാണ്, കടപ്പുറത്ത് വരെ പോയി കിടക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് വന്നിട്ടുള്ളത്. വീട്ടിൽ കറണ്ടും ഇല്ല, ഫാൻ ഇട്ടിട്ടും AC ഇട്ടിട്ടും സഹിക്കാനും പോയി. എന്നാൽ ഇച്ചിരി വൈകിട്ട് ജോലി കഴിഞ്ഞ് എല്ലാ ടെൻഷനും മാറ്റിയിട്ട് ഇച്ചിരി വന്ന് കട്ടിലിൽ ഫാനിട്ട് AC ഇട്ട് കിടക്കാമെന്ന് വിചാരിച്ചാൽ കിടക്കുന്നത് ലോഡ് ഷെഡിങ്, കറണ്ടും ഇല്ല. അപ്പോൾ അതിനൊക്കെതിരെയാണ് രാഹുൽ പ്രതികരിച്ചത്. നട്ടലുള്ള വേറെ ആരുണ്ട് ഈ ഒരു UDF പ്രസ്ഥാനത്തിൽ ഇതുപോലെ പ്രതികരിക്കാൻ? എത്ര ആളുകൾ പ്രതികരിച്ചു? അതാണ് പറയുന്നത്. രാഹുൽ എന്നൊരു വ്യക്തിയെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കൊക്കെ പിന്നെ ഈസിയാണ്, പിന്നെ പേടിക്കേണ്ട. രാഹുൽ എന്നൊരു വ്യക്തിയെ ഇവിടെ എല്ലാ അതിക്രമങ്ങൾക്കും എല്ലാ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾക്കും പുള്ളി ശബ്ദിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പുള്ളിയെ എങ്ങനെയെങ്കിലും നൈസായിട്ട് ഒതുക്കണം. പുള്ളിയുടെ അടപ്പിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് എങ്ങനെയും വെക്കണം. എന്നാൽ രാഹുലിട്ട് സ്റ്റിക്കർ അടിച്ചു വെച്ചാലും ആ സ്റ്റിക്കറൊക്കെ വലിച്ചു കീറിക്കൊണ്ട് രാഹുൽ പൂർവാധിക ശക്തിയോടുകൂടി രാഹുൽ തിരിച്ചു വരും. രാഹുലല്ലേ മുതലേ. അപ്പം അതിനകത്ത് ശിവൻകുട്ടിയുടെ ഒരു പഴയ 2024 ഒരു പോസ്റ്റും കൂടെ രാഹുൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ചോദ്യം, ഈ പവർ കട്ട് എന്ന് കേട്ടിട്ട് എത്ര കാലമായെന്ന് ശിവൻകുട്ടി ചോദിക്കുന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. പവർ കട്ടേ ഇല്ലെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. അതിനെ ട്രോളിയിട്ടാണ് രാഹുൽ ആ ഒരു പോസ്റ്റും കൂടെ വയ്ക്കുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് വൈകിട്ട് 5-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ. കേട്ടിട്ടില്ലാത്തവർക്കായി പവർ കട്ട് അനുവദിച്ച പിണറായി സർക്കാർ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മെഴുകുതിരി കൊണ്ട് അവിടെ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്ന ഒരു ഫോട്ടോയൊക്കെയാണ്, ഒരു ട്രോളൊക്കെയാണ് രാഹുൽ പങ്കുവച്ചിട്ടുള്ളത്. എന്താ അല്ലേ. ഇപ്പം രാഹുലിന് ഇപ്പം പുള്ളി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ട് നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ട് ഒരു തെറ്റും പുള്ളി ചെയ്തിട്ടില്ലെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് പേടിക്കേണ്ട കാര്യം എന്താണ്? പുള്ളി ഇപ്പം നമ്മൾ കണ്ടാണ് റീസെൻ്റായിട്ട് പുള്ളിയുടെ സിസ്റ്ററിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ മൊത്തവും ആ കുഞ്ഞിനെയും ചേർത്ത്, ആ സിസ്റ്ററിനെയും ചേർത്ത്, അളിയനെയും ചേർത്ത്, അമ്മയും ചേർത്ത് കമൻറ്റ് ചെയ്ത കുറേ കുരു പൊട്ടുന്ന കുറേ വേട്ടാവളി ടീംസുകളുണ്ടായിരുന്നു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം എത്രത്തോളം രാഹുലിനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ തളർത്താനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. PR വർക്കിൻ്റെ ഭാഗമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള പല സെക്ഷനായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ പുല്ല് വില കൊടുത്തിട്ടാണ് പുള്ളി പവർഫുള്ളായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രാഹുലിനെ പോലുള്ള വ്യക്തികളൊക്കെ ഈ ഒരു പ്രസ്ഥാനത്ത്, അത് ഞാൻ പറയട്ടെ, ഇനി ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും സത്യത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ ഇതുപോലുള്ള ആളുകളെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് വേണം, ജനങ്ങൾക്ക് വേണം.
എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവൂ, അല്ലേ? അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. രാഹുലിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.